അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം നമ്മളിലേവരിലും സദാ വർഷിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മദീനത്ത് മുനവറയിൽ നിന്ന്, മസ്ജിദ് നബവിയിൽ നിന്നാണ് നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. ഒരുപാട് വിശ്വാസികൾ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് വിശുദ്ധമായ ഈ പുണ്യഭൂമിയിൽ വരികയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദിൽ ആരാധനകളൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കേണ്ടത് പ്രവാചകൻ ഏത് രൂപത്തിലാണോ പഠിപ്പിച്ചത് ആ രൂപത്തിലാണ് റസൂലുള്ളാഹിനെ സ്നേഹിക്കേണ്ടത്. പലപ്പോഴും നബി സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് റബീഉൽ അവ്വൽ മാസത്തിൽ പ്രത്യേകിച്ച് മലയാളികൾക്കിടയിൽ ഒരുപാട് ആഘോഷങ്ങൾ പ്രവാചകൻ്റെ പേരിൽ നബിദിനാഘോഷം എന്ന് പറഞ്ഞുകൊണ്ട്, ജന്മദിനാഘോഷം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നടക്കാറുണ്ട്. പ്രവാചകൻ ജനിച്ച നാടാണ് ഈ മക്ക രാജ്യം, അതുപോലെ തന്നെ മദീന. പ്രവാചകൻ്റെ ഇസ്ലാമിക പ്രബോധന കാലഘട്ടത്തിൻ്റെ സുപ്രധാനമായ കാര്യങ്ങളൊക്കെ നടന്ന പുണ്യ ഭൂമിയാണ് മദീനത്ത് മുനവറ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം, ഈ മാസത്തിൽ പ്രത്യേകമായിട്ട് ഒരു ആചാരമോ ആഘോഷമോ പ്രവാചകൻ്റെ പേരിലുള്ള ഒരു ജന്മദിനമോ ഒന്നും ഇവിടെ ആഘോഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇന്നലെ ഇവിടെ സൗദി അറേബ്യയുടെ നാഷണൽ ഡേ ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് പുറത്ത് അവരുടെ ഔദ്യോഗികമായ ഫ്ലാഗുകളൊക്കെ പതിച്ചു എന്നതിനപ്പുറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ പ്രവാചകൻ്റെ ജന്മദിനം എന്നുള്ള രൂപത്തിൽ ഈ മാസം പ്രത്യേകമായ ആഘോഷങ്ങളോ പ്രത്യേകമായ പരിപാടികളോ പ്രത്യേകമായ ഒന്നും തന്നെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. എല്ലാവരും അവരുടേതായ ആരാധനകളും കാര്യങ്ങളൊക്കെ നിർവഹിച്ച് പിരിഞ്ഞു പോകുന്ന ഒരു രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേർക്ക് നേരെ പ്രവാചകൻ്റെ സുന്നത്തിനെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിതത്തിൽ ഉൾപ്പെടുത്താനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചകനെ സ്നേഹിക്കുക എന്ന് പറയുന്നത്, പ്രവാചകനോട് ഇഷ്ടം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത്, പ്രവാചകൻ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പഠിപ്പിച്ച കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറുക എന്നുള്ളതാണ്. അങ്ങനെ നബിയെ സ്നേഹിക്കുന്ന നല്ല മുഅ്മിനീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ബിദ്അത്തുകൾ നമ്മൾ ഒഴിവാക്കുക, അനാചാരങ്ങൾ നമ്മൾ ഒഴിവാക്കുക. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.